إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون عباد الله اتقوا الله സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമ നിർദ്ദേശന പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് തഖ്വയോടുകൂടെ ജീവിക്കണം ചെന്നിട്ടു സ്വന്തത്തെ ഒട്ടിക്കുകയും നിങ്ങളെല്ലാ ഓരോരുത്തരുടെയും തഖ്വ വസിയത്താക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, മക്ക അല്ലെങ്കിൽ സന്താനം ചൊല്ലത് അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കുന്നു. അതിലൊട്ടിಗೆ അതൊരു അമാനത്വമായിട്ടിരിക്കുന്നു. സന്താനത്തെ ഇസ്ലാമികമായി വളർത്തുവാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മുട്ട നിർദ്ദേശനം കണ്ടു. ഞങ്ങൾക്ക് തിരുസുന്നത്തിലും ഖുർആനിലും കാണുക സാധ്യമുണ്ട്. അപ്പോൾ സന്താനം ചൊല്ലത് ഞങ്ങൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഉപകാരമായിട്ട് അത് ബദലാവണ ആവുന്നു കണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് ഉപകാരം കിട്ടുന്നുണ്ടായെങ്കിൽ ഇസ്ലാമികമായി അങ്ങനെ വളർത്തിയേ പറ്റും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബത്തിൽ അതായിട്ട് ഞങ്ങൾ പുതിയ വിഷയ സൂചന നൽകാൻ ഉദ്ദേശിക്കുന്നത് സന്താനം ചൊല്ലത് മക്കാൻ ചൊല്ലത് 4 വിധത്തെ മക്കളെ ഖുർആൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. സൂറത്തുൽ കഹ്ഫ് ഞങ്ങൾ ഇന്ന് ഓതിയ അതിൽ ഒരു കൂട്ട മക്കളെ പരിചയപ്പെടുത്തുന്നു. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. الله سبحانه وتعالى سورة الكهف المال والبنون സന്താനം ചൊല്ലതും
സ്വത്ത് സമ്പത്തും ചൊല്ലിടും ഇത് സീനത്തുൽ ഹയാത്തി ദുനിയ ദുനിയവിയായ ഈ ലോകത്തെ ഈ ജീവിതത്തിൽ അതൊരു സീനത്തായിട്ടിരിക്കുക അതൊരു ചന്തായിട്ടിരിക്കരുത് നിങ്ങളെ ഔത്തൊരു ഷോക്കേസിൽ കുറെ സാമാന്യ ചന്തത്ത് കൊണ്ടുവന്ന് വെച്ചിരാറ് കാണൂ ചന്ത ഷോക്കേസിലെ ഉൾക്ക നല്ലമേ വിഷയ മാത്രമാ അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് എത്ര ഉപകാരമുണ്ട് ജീവിതത്തിൽ കാണുമ്പോഴത്തേക്ക് മാത്രം ചന്ത ഷോക്കേസുകൾ കുറെ നാൾ പോകുമ്പോഴത്തേക്ക് അതിലെടുത്തിട്ട് അപ്പറയിട്ടിട്ട് വേറെ വെക്കാറ് ചന്തത്തിൽ കണ്ടി ദുനിയാവിലെ ജീവിതത്തിൽ ഒരു പെഞ്ഞായി മാപ്പിളെ മക്ക ഒട്ടിക്ക് ജീവിക്കുമ്പോഴത്തേക്കും അത് കാണുമ്പോഴത്തേക്കും ചന്തായിട്ടിരിക്കരുത് ഒന്ന് രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പരിചയപ്പെടുത്തി ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം ഇന്നമാ അംവാലുകും ഔടിയും വലിയ ഫസ്റ്റ് സമ്പത്തിലായിട്ടിരിക്കരുത് നിങ്ങളെ സമ്പത്ത് വഔലാദുകും നിങ്ങളെ സന്താന നിങ്ങളെ മക്ക ഫിത്നത്തുൻ അതൊരു ഫിത്ന ആയിട്ടിരിക്കരുത് അതൊരു പരീക്ഷണായിട്ടിരിക്കരുത് ജീവിതത്തിൽ ഞങ്ങൾ മക്ക ഉള്ളങ്ങൾക്ക് ഒന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ടും അതൊരു ഫിത്നയും ഒരു വലിയ പരീക്ഷണായിട്ടിരിക്കരുത് മക്കളെ തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക എങ്ങനെ നിങ്ങൾ വളർത്തുറാറ് ഏത് വിധത്തിൽ പോണ്ടാറ് മക്ക ഒരു ഫിത്നായിട്ടിരിക്കരുത് മൂന്നാമത്തേത് يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم يا أيها الذين آمنوا സത്യവിശ്വാസിമാരെ إن من أزواجكم وأولادكم തീർച്ചയായിട്ടും നിങ്ങളെ ഇണകൾ ചൊന്നിങ്ങ പത്നിമാർ അതല്ലെങ്കിൽ മാപ്പിളമാർ വഔലാദികും പിന്നെ നിങ്ങളെ സന്താന അദുവുല്ലകും നിങ്ങളെ അദുവു ശത്രുവായിട്ടിരിക്കാറ് ഫഹ്ദറുഹു അങ്ങനെ ശത്രു പോലെ കാണൂ അല്ലേ ദുനിയാവിൽ കുറെ സന്ദർഭത്തിൽ എന്തൊക്കെ വേനായിട്ടായിട്ട് ഓണ് തന്നെ മോനായിട്ട് ജനിച്ച അല്ലെങ്കിൽ മോളായിട്ട് ജനിച്ച എല്ലാവരും ചൊന്നിട്ടുള്ള കുറെ പെട്ടതങ്ങ ഇതാത്ര ഇത് ഇല്ലാണ്ടായിട്ട് നല്ല ഇൻഫ്ലുവൻസ് അതുല്ലക്കും നിങ്ങളെ ശത്രുമാർ ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തും സ്വർഗത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ അഡ നിൽക്കുന്നതായ ഒരു സന്താനമായിട്ട് മാർപ്പെടുവാറ് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ മൂന്ന് വിധ നാലാമത്തെ വിധത്തെ ഖുർആൻ പരിചയപ്പെടുത്തേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബുരെ അടിമമാർ ദ്വാരത്തിലതായ ഒരു ദുവത്തെ പരിചയപ്പെടുത്തുന്നതായിട്ട് എങ്ങനത്തെ ഇബാദുർ റഹ്മാൻ ചൊന്നിങ് എങ്ങനത്തെ ചൊന്നിട്ടു അങ്ങ ദ്വാരത്തിലാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഞങ്ങളെ ഇണകളിൽ നിന്നിട്ടും ഞങ്ങളെ പത്നിമാരിൽ നിന്നിട്ട് അല്ലെങ്കിൽ മാപ്പിളമാരിൽ നിന്നിട്ടും ഞങ്ങളെ സന്താനത്തിൽ നിന്നിട്ടും ഞങ്ങൾക്ക് ഖുർറത അയ്യുൻ നീ തരണു കൺകുളിർമേ കണ്ണുക്ക് തമ്പു തരണു ഞങ്ങളെ മക്കളെ കാണുമ്പോഴത്തേക്കു ഞങ്ങളെ പെഞ്ഞായിമാരെ കാണുമ്പോഴത്തേക്കു അല്ലെങ്കിൽ പെഞ്ഞായിക്ക് മാപ്പിളരെ കാണുമ്പോഴത്തേക്കു കൺകുളിർമേ ഒരു ശാന്തി സമാധാന ഒരു കൊസി ഒരു സന്തോഷ അത് കിട്ടൊരു റബ്ബേ ചൊന്നിട്ട് ഇങ്ങനെ ദ്വാരക്കാറുണ്ട് അപ്പൊ ഖുർറത അയ്ൻ കൊടുക്കുന്നതായ മക്ക നാല് വിധത്തെ മക്ക ഒന്ന് സീനത്തായിട്ടിരിക്കരുത് പിന്നൊന്നു ശത്രുവായിട്ടിരിക്കരുത് പിന്നൊന്ന് ഫിത്നായിട്ടിരിക്കരുത് നാലാമത്തത് ഖുർറത അയ്ൻ ആയിട്ടിരിക്കരുത് ഏ ഗ്രൂപ്പിലെ മക്ക ഞങ്ങളെ മക്ക ആയിട്ട് വേണം ഞങ്ങൾക്ക് കാലി സീനത്ത് മക്ക ഒന്നും ചൊന്നിട്ട് ചന്തയുമയ്യ ഞങ്ങൾക്ക് ഫിത്ന ആവണം ഞങ്ങളെ മക്ക അതല്ല ഞങ്ങൾക്ക് ശത്രുമാരാവണ അല്ല ഞങ്ങളെ മക്കളെ കാണുമ്പോഴത്തേക്ക് ഖുർറത അയ്ൻ കൂടെയും നാളെ പരലോകത്തും കിട്ടണ ഞങ്ങായിട്ടിരിക്കരുത് ಅದಕ್ಕೆ ಬೇನ್ಮಾಯ ಆ ಒಂದು ಡಿಸಿಷನ್ ಒಂದು ತೀರ್ಮಾನ ಇಟ್ಕೊಣ അങ്ങനെ ചെറിയിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ തീരുമാനം എടുക്കണം ഈ മക്ക എങ്ങനത്തെ മക്ക ആവണം ചെറിയിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പിരിസ കൊടുക്കണം മക്കൾക്ക് തെല്ല് വലിയ ആകുമ്പോഴത്തേക്കും അങ്ങനെ ബോധന കൊടുക്കണം പിന്നെ അത് അങ്ങ് പറ്റാത്ത ടൈമിൽ അങ്ങനെ വിട്ടുവിട്ടുക ഇസ്ലാം എന്ത് ചൊല്ലു എങ്ങനെ ആയിട്ട് മക്കളെ വളർത്തുന്നു എങ്ങനെ ഖുർറത അയ്നായിട്ട് എങ്ങനെ മാർപ്പാടു ആക്കണു
ചെറിയേക്കുമ്പോൾ നിങ്ങൾ പിരിസ കൊടുക്കണം. കുറെ ആൾമാർ പിരിസ കൊടുക്കാറ്. പിരിസ ഉണ്ട് എല്ലാ അബ്ബക്കും ഉമ്മക്കും തൻ്റെ സന്താനത്തെ ചെമ്മ പിരിസ ഉണ്ട്. കുറെ ആൾമാർ അതിനെ പ്രകടാക്കാറ് കാട്ടാറ്. കുറെ ആൾമാർ കാട്ടില്ല. കുറെ മുന്നത്തെ സമാനിൽ ആരായിട്ട് അപ്പ ഭർത്ത് കുറിച്ച് തെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിൽ ആ മക്ക അനിയത്തെ പറയില്ല ആ പെരവത്തെ മൊത്തം വേണ്ട. ഒരു അപ്പാണ്ട് ചൊല്ലിട്ട് അവർക്ക് എന്തോ ഒരു സിംഹ പോലെ മാ അല്ലെങ്കിൽ ഒരു പാമ്പുരെ പോലെ മാ. ഇപ്പവും ചില അവർക്ക് ഇപ്പു അങ്ങനെ ആവുകയല്ലേ അപ്പാണ്ട് ചൊല്ലവും അല്ലെങ്കിൽ ഉമ്മാണ്ട് ചൊല്ലവും. ഞങ്ങളെ മനസ്സിൽ ഉള്ളതായ പിരിസത്തെ ഞങ്ങൾ പ്രകടാക്കണം മക്കളൊട്ടിಗೆ. ഞങ്ങളെ പിരിസ എന്ന് വെച്ചിട്ട് മക്കൾക്ക് കാട്ടിക മാത്രമായിട്ട് മക്കൾ ഞങ്ങളെ പിരിസാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയിട്ടായെങ്കിൽ ആ പിരിസ കാണാൻ സാധ്യമുണ്ട്. മനുഷ്യരെ ഒരു ഹൃദയത്തിലെ ഉള്ളതായ കരുണയായിട്ട് ആ ബണ്ടതായ പിരിസ ഞങ്ങൾ കാട്ടതായ മക്കളെ പിടിച്ചിട്ട് ഏറ്റുന്നതും അങ്ങക്ക് മുത്ത കൊടുക്കുന്നതും അങ്ങനെ തലയിൽ കൈ ഓർപ്പാട്ടുന്നതും ഇതെല്ലാം ഒരു ഞങ്ങളെ മനസ്സിലെ ഉള്ളതായ ഒരു കാരുണ്യത്തെ ഒരു ഫലമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കോ ഹസൻ റളിയല്ലാഹു വന്നപ്പോ കയ്യിൽ എടുത്തിട്ട് മുത്തിട്ട് അപ്പോ അവിടെ ഒരു ആളിന്ത് അയാൾ കേട്ടിട്ട് നബിയെ నాకు 10 മക്ക ഉണ്ട്. അക്കറ ബിൻ ആബിസ് എന്നുള്ളതായ ആളായിട്ട് അയാൾ അണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ സഹാബിയായിട്ട് അയാൾ ചെന്നു നബിയെ నాకు 10 മക്ക ഉണ്ട്. ഇന്ത്യത്തോളം ഒരു കിടാവുന്ന സമയത്ത് ഞാൻ മുത്തിപ്പിക്കല്ലേ എന്തേ നബി അന്നത്തെ കാലഘട്ടം അതായിട്ട് പെൺമക്ക പിറന്നിട്ടായെങ്കിൽ കൊണ്ടുപോയിട്ട് ജീവത്തോടെ കുഴിച്ചു മൂടുന്നതായ ഒരു കാലഘട്ടത്തിലായിട്ട്. അപ്പൊ അന്നത്തെ ആ ഒരു ഇതങ്ങനെ ആയിട്ട് സമ്പ്രദായം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിട്ട് മുത്തിയപ്പോ ആ ആള് അക്ര ബിൻ ആബിസ് റളിയല്ലാഹു അൻഹു ചൊല്ലതായ ആ മനുഷ്യ അയാൾ കേൾക്കുന്നത് നബിയെ ഞാൻ ഇന്നത്തോളം ആ 10 മക്ക ഇന്നിന്റെ 10 മക്ക ഒന്നിനും മുത്തിട്ടില്ല നബിയെ നിങ്ങൾ എന്ത് ചെയ്ത് മുത്തിര ഇങ്ങനെ. അപ്പൊ കാരുണ്യത്തെ കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മല്ലാ യർഹമു വലാ യുർഹം. ആരൊരുത്ത പിന്നൊരുത്തരൊട്ടിಗೆ അത് മക്കാവട്ടെ വലിയാവട്ടെ ഒരു പ്രാണിയാവട്ടെ റഹം കാട്ടിക്കില്ല കരുണ കാട്ടിക്കില്ല. വലാ യുർഹം അവന്റെ മേൽ കരുണ കാട്ടിക്കപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ നിങ്ങൾക്ക് വേണ നിങ്ങളെ മക്കളൊട്ടിಗೆ പിരിസ കാട്ടോളൂ. നിങ്ങൾ മക്കളെ എടുത്തിട്ട് മുത്തോളൂ. നിങ്ങൾ അതിലൊട്ടിಗೆ പിരിസ കാട്ടോളൂ. ചെറിയതിൽ കാല് വടി പിടിച്ചിട്ട് അടിക്കണമേ അല്ല നിങ്ങൾ പിരിസ കാട്ടണം. പിരിസ ഇന്നെങ്കിൽ മാത്രമായിട്ട് നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ടായ ആ ശിക്ഷയ്ക്ക് അങ്ങക്ക് ബന്ധവിടെ അതിക്ക് വില കിട്ടേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുയെ തന്റെ കുഞ്ചിൽ നിന്നിട്ട് ഇങ്ങനെ കളിപ്പാട്ടം നിന്നിട്ട് സാധാരണ ഞങ്ങൾ മക്കളെ കളിപ്പാട്ടല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനൊട്ടിಗೆ ദുആ നോണ്ടിട്ട് അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഹിബ്ബഹു. അല്ലാഹുവേ ഈ കിടാവിനെ ഞാൻ പിരിസಬೇಕರೆ റബ്ബേ നീനും ഈ ഈ കിടാവിനൊട്ടിಗೆ പിരിಸಬೇಕು റബ്ബേ. അപ്പൊ മക്കൾക്ക് വേനായിട്ട് ദ്വാരക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിപാടി ഞങ്ങളുടെ മക്കൾക്ക് വേനായിട്ട് ഞങ്ങൾ എത്ര ദ്വാരണ എന്നൊക്കെ ഒരു സീക്കായപ്പോ ദ്വാരന്നിട്ടിക്കൂ നിങ്ങൾ കഷ്ടകാലത്തിൽ ദ്വാരന്നിട്ടിക്കൂ. മാത്രമല്ല മക്കൾക്ക് വേനായിട്ട് സാധാരണ നോർമൽ ടൈമിൽ ഞങ്ങൾ എത്ര ദ്വാരണ ഞങ്ങൾ മക്കൾക്ക് വേനായിട്ട് ദ്വാരക്കണം. മക്കൾക്ക് വേനായിട്ട് ഞങ്ങൾ ദ്വാരക്കുന്നതായ ആ ദുആ കേട്ടിട്ട് മക്ക പഠിക്കൂ. മക്കവും ദ്വാരക്കുവാറ് ഞങ്ങൾക്ക് വേനായിട്ട് ഞങ്ങൾ അങ്ങക്ക് വേനായിട്ട് ദ്വാരന്നുണ്ടായി. ದುವಾ ಚೊಲ್ಲಿ ಎಂದೇನು ಚೊಂದಿಟ್ಟು ಮಕ್ಕಗೆ ಅಪ್ಪ ಪಿಡಿಯಾವುಡು ಏನು ಸಲಾಮ್ ಕೇಕ್ರೆ ಮಕ್ಕ ಅವತ್ತು ಬರ್ಬತ್ತು ಅಪ್ಪ ಸಲಾಮ್ ಚೊಂದಂಗೆ ಮಕ್ಕ ಅದು ಪಡಿಕುವಾರು ಸಲಾಮ್ ಚೊಲ್ಲೋಡು ಉಂಟು. ಬೆಲಿಯಂಗಕ್ಕೆ ಬ್ಯಾರಂಗಕ್ಕೆ ಚೆಡಿಯಂಗಕ್ಕೆ ಎಲ್ಲರಿಗೂ ಸಲಾಮ್ ಚೊಲ್ಲಬತ್ತು ಹಂಗ ಆದರೆ ಪಡಿಕುವಾರು. ಉಮಾಮಾ ಬಿಂತ್ ಝೈನಬ ಬಿಂತ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ഉമാമ ബിൻത് സൈനബ ചൊല്ലതായ ആ കിടാവ് സൈനബ റളിയല്ലാഹു അൻഹ ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളായിട്ട് ഉമാമ ചൊല്ലത്. ആ കിടാവ് ചെറിയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇമാം നിൽക്കുകയായിട്ട് ചെറിയ കിടാവിടെ എടുത്തോണ്ട് വന്നിട്ട് ആ സഹാബി ചൊല്ലു അത് റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ കൊണ്ടുവന്നിട്ട് സൈഡിൽ കിടപ്പാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ಎಂಚಿನ ನಿನ್ನಿತ್ತು ತಕ್ಬೀರ್ ಹಾಕ್ಬೋತುಗು ತಕ್ಬೀರ್ ಫಸ್ಟಿಗೆ ಕೈ ಕೆಟ್ಟೆ ಮೊತ್ತುಗು ನಿನ್ನಿಟ್ಟಿಗೆ ಮೊತ್ತುಗು ಆ ಗಿಡ ಅವರು ಎಡ್ದಿತ್ತು ಸುಜೂದು ಹಾಕ್ಬೋತುಗು ಸೈಡ್ಲಿ ಕೆಟ್ಟಪಾಟಿತ್ತು ಇಂಡು ನಗರ ഇമാം എവിടേക്കും അയാളെ പെയ്യ ഇല്ല ഫാമിലി ഇല്ല ഉണ്ടായിട്ടാങ്ക അയാളെ ഒരു ചെറിയ കിടാവിന്ന് ഉണ്ടായെങ്കിൽ അതിനെ പള്ളിക്ക് ആ ഇമാം നിക്കടതായ ടൈമിൽ കൊണ്ടുവന്നിട്ട് സൈഡിൽ ബർത്തി ഉണ്ടായെങ്കിൽ ഞങ്ങൾ എന്ത് ചൊല്ലുവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിടൊരു ആരെങ്കിലും സഫർ പോണ്ടവന് ഒരു രണ്ട് മക്കളെ എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ മജ്ബൂർ ഹാലത്തിൽ പള്ളിക്ക് വന്നിട്ടുണ്ടായെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടെ കാട്ടിക്കൂട്ടുവാനും ചെറിയ മക്ക ഞങ്ങൾ എന്ത് ചൊല്ലാം പള്ളിക്ക് ചെറിയ മക്കളെ കൂട്ടം വന്നിട്ട് ബാക്കി ഞങ്ങളെ നിസ്കാര ഫിത്നാക്കൊണ്ടല്ല നാ ചൊല്ലേ കൂട്ടിയോണ്ട് ಬಂದಿದ್ದಾಯ ಆ ಕೂಟಿಯೋണ്ട് ಬಂದದಾಯ ಆನ ಆಯ್ತು ಜಾಗೃತಿ ಹಾಕೊಂಡು ಏನೋ ഒരു സമയം എന്തെങ്കിലും അങ്ങ് കാട്ടി കൂട്ടിയാറ് ഞങ്ങൾക്ക് അങ്ങനെ ജോറാക്കിற റൈറ്റാ അല്ലെങ്കിൽ അങ്ങനെ തൈക്ക് അടിக்கிற റൈറ്റാ ഞങ്ങൾക്കില്ല കരുണ കാട്ടണം പിരിസ കാട്ടണം ഒന്നാമതായിട്ട് പിരിസ കാട്ടണം എന്നിട്ട് വെളിയായിട്ടായെങ്കിൽ കൈ കൊടുത്തിട്ട് ഒരു അസ്സലാമു അലൈക്കും ചൊല്ലിട്ട് പരിപാട്ടമേ ഞങ്ങളെ മുട്ടയില്ല വെളിയായിട്ടായെങ്കിൽ ഒരു ഗ്യാപ്പ് ഇരിക്കും ദുനിയാവിലുള്ള എല്ലാവർക്കും കൈ കൊടുത്തിട്ട് സലാം ചൊല്ലാ ഞങ്ങളുടെ സ്വന്തം മക്കൾക്ക് ഞങ്ങളുടെ സ്വന്തം ആൺമക്കൾക്ക് ഞങ്ങൾ കൈ കൊടുത്തിട്ടു അല്ലെങ്കിൽ പെൺമക്കൾക്ക് കൈ കൊടുത്തിട്ടു ഒരു 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 മുത്ത കൊടുത്തിട്ടു ഒരു സലാം ചൊല്ലതായ പരിപാട്ട ഞങ്ങളെ മുട്ട ഉണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ ഫാത്തിമ റളിയല്ലാഹു അൻഹ മങ്ങിലായാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔത്ത് പറമ്പത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഞ്ചോണ്ട് പോയിട്ട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്വാഗതാക്കിക്കൊണ്ട് നിന്നിട്ട് കൈ കൊടുത്തിട്ട് നിന്നിട്ട് മുത്തു കൊടുത്തോണ്ട് നിന്നിട്ട് അങ്ങനെ മുട്ട കൊണ്ടുവന്നിട്ട് ദൈപ്പാട്ടിക്ക് പൽക്ക പറഞ്ഞുകൊണ്ട് നിന്നിട്ട് മക്കളൊട്ടിಗೆ പിരിസ കാട്ടണം കാരണത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിരിസ പഠിപ്പാട്ടിട്ട് നമുക്ക് പിരിസത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് അതും പഠിപ്പാട്ടിട്ട് ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുള്ളി ഹസൻ റളിയല്ലാഹു അൻഹു അവിടെ മദീനത്തെ പള്ളിയിൽ സക്കാത്തിലെ വന്നതായ കാരക്കര വലിയ രാശിയുണ്ട് അതിൽ നിന്നിട്ട് എടുത്തിട്ട് ഒരു കാരക്ക എടുത്തിട്ട് ബായിക്കിട്ടതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ബായിക്കിട്ടിട്ട് അതിലെ പർത്തുക എടുത്തിട്ട് അതിലെ മോണോ സക്കാത്തിലെ മുതലിന് ചൊല്ലത് അഹ്ല ബൈത്ത് ഉള്ളതല്ല അത് അങ്ങ് ഹക്കുദാരന്മാരല്ല അതിക്ക് ഇത് നമുക്ക് നിഷിദ്ധായിട്ട് പർത്ത് എടുമോണെ ചൊന്നിട്ടു കാലിട്ട് പർത്ത് കിപ്പാട്ടിട്ട് ഞങ്ങളുടെ എന്ത് ചൊല്ലാം ചെറിയ കിടാവൽ അതിക്കെന്തൊരു ഹറാമ ഹലാം ഈ ചെറിയ കിടാവെ ബായിൽ കൈയിട്ടിട്ട് തുപ്പാട്പാട്ടെ അത്രയും ഒരു വലിയ ആ ഒരു ദോശ അതാക്കിത്ത ഞങ്ങൾ ചൊല്ലാത്ത ഇന്ന് ഞങ്ങളെ മക്കൾക്ക് വേനായിട്ട് ഞങ്ങളെ പെഞ്ഞായിമാർക്ക് വേനായിട്ട് ദീനിൽ എത്ര അഡ്ജസ്റ്റ്മെന്റ് ആക്കുന്നതായ സഹോദരന്മാർ സഹോദരിമാർ ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ട് മങ്ങിത്തെ സന്ദർഭത്തിൽ വേറെ വേറെ സന്ദർഭത്തിൽ മക്കൾക്ക് വേനായിട്ട് അപ്പന്മാർ ഉമ്മന്മാർ അഡ്ജസ്റ്റ്മെന്റ് ആക്കുന്നത് ഹറാമിയത്തിലെ സമ്പാദന കൊണ്ടുവന്നിട്ട് മക്കളെ ഫീസ് കെട്ടുകയും മക്കൾക്ക് റിസ്ക് കൊടുക്കുകയും മക്കൾക്ക് വേണമായിട്ട് അകകെട്ടി വെക്കുകയും മക്കൾക്ക് വേണമായി എല്ലാ സൗലത്താക്കി വെക്കുന്നതായ സഹോദരന്മാർ ചിന്തിക്കണം നാളെ ഇതേ മക്ക നിങ്ങൾക്ക് ശത്രുവായിട്ട് പരിണാമം ബീർവാറോടെ നാളെ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിങ്ങൾക്ക് ഫിത്നയായിട്ട് മാറുന്നതായ ഒരു സന്ദർഭം കണ്ടിട്ട് നാളെ മുന്നോട്ട് ഇതായിട്ട് അപ്പോ ഞങ്ങൾ സമ്പത്ത് രാശിയാക്കിട്ട് കൂട്ടുമ്പോഴത്തേക്കോ മക്കൾക്ക് വേനായിട്ട് സ്വന്തത്തിൽ വേനായിട്ട് അല്ല സ്വന്തത്തിൽ ഞങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടുന്ന റെഡിയുള്ള മാത്രമല്ല ഞങ്ങളെ മക്ക കഷ്ടപ്പെടുകയാണ് അതായിട്ട് എല്ലാവരും ചൊല്ലി മക്ക കഷ്ടപ്പെടുകയല്ല മക്ക നല്ല ഇതിൽ വേണമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ചൊല്ലി അപ്പോ ജാഗ്രത ആക്കണം ഞങ്ങൾ മക്കൾക്ക് ചെറിയേക്കുമ്പോൾ പിരിസ കൊടുക്കണം വലിയേക്കുമ്പോഴത്തേക്കും പിരിസ കൊടുക്കണം അതേപോലെ അങ്ങനൊട്ടിക്ക് അങ്ങക്ക് ഹറാമുരെ ഭക്ഷണം ഞങ്ങൾ കൊടുക്കുകയില്ല അങ്ങനൊട്ടിಗೆ എത്രയോ ആൾമാര് നാ ചൊന്ന പിരിസ കൊടുക്കണം ചൊല്ലുമ്പോ ഇന്നത്തെ നാളില് മക്കളൊട്ടിಗೆ തിരിച്ചിട്ട് എല്ലാം ടൈം പാസ് ആക്കുക ടൈമില്ല ആൾമാർ ഏതെങ്കിലും ഒരു ഔത്തിന് പോയിട്ട് ഞങ്ങൾ സാധാരണ പോയിട്ട് അങ്ങനെ കേൾക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് മക്ക എത്ര അപ്പൊ മക്ക ഇത്രയും ചൊല്ലാൻ ആരെങ്കിലും ഇന്നും കാട്ടുക അപ്പൊ ഓൺ എത്ര ക്ലാസ്സിൽ പഠിக்கிறേ മദ്രസയിൽ എത്ര ക്ലാസ്സിൽ പഠിக்கிறேன்னு ചേട്ടുണ്ടായെങ്കിൽ അപ്പമാര് തൻ്റെതായ ഒരു ഉത്തരവും പെഞ്ഞായിരം മുട്ട കേൾക്കുന്നുണ്ട് അവിടെ എടി എത്ര അടി ഓണം എത്രയിൽ പഠിக்கிறേ എന്റെ കൂടെ തെച്ചതായ നിങ്ങൾ
ഓരോരുത്തന്മാരും ആലോചന കുറു എന്ന് സ്കൂളിൽ എവിടെയെങ്കിലും എത്ര സ്റ്റാൻഡേർഡിൽ പഠിക്കണമെന്ന് ചൊന്നിട്ട് നിങ്ങൾ ഗൊന്തിനെങ്കും ദർസിൽ എത്രാമത്തെ ക്ലാസ്സിലായിട്ട് അവൻ പഠിക്കണമെന്ന് ചൊന്നിട്ട് നിങ്ങൾ ഗൊന്തില്ല. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ വേണ്ട വിദ്യാഭ്യാസത്തെ വിഷയം. അപ്പോൾ മക്കളെ ഒട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എത്ര ഗಂಟೆ വേണമെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ തേക്കുക, ഫേസ്ബുക്കിൽ തേക്കുക, യൂട്യൂബിൽ തേക്കുക. ആൾമാർക്ക് പലക്കെ പറയൂ നിങ്ങൾ സ്വറയെല്ലാം ആയാൽ പിന്നെ ആയത്തിന് വേഗം നിങ്ങൾ ഔത്തു പറഞ്ഞുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരെ ഇണ്ട് ഔത്തുకు വന്നിട്ടാകും മക്കൾക്കും ഒരു ഫോൺ എടുത്ത് കൊടുത്തിട്ടിരിക്കാറ്. വേണമായ ഡിവൈസ് കളിക്കും പഠിക്കും എല്ലാത്തും ആയിട്ട് പെഞ്ഞയ മുട്ടയും ഫോണുണ്ട്, ഓന്റെ മുട്ടവും ഫോണുണ്ട്, വേറെ ഒരു എക്സ്ട്രാ ഫോണും ഉണ്ട്. ഔത്തു കുഞ്ചൊന്നും ഉണ്ട്. മക്കളൊട്ടിಗೆ സമയ വിനിയോഗ ആക്കൂ, അങ്ങനെ വേണതായ ബോധന കൊടുക്കൂ, അങ്ങനെ പഠിപ്പിന്റെ വിഷയത്തിൽ, അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ കേൾക്കൂ പിടിക്കൂ ഡിസ്കഷൻ ആക്കൂ. ടൈം ഇല്ല, എല്ലാ ടൈമും ഈ മൊബൈലിലൊട്ടിಗೆ ആയിട്ട് പാസ്സാക്കേ. ഫ്രീ ടൈം ജാഗ്രത ആക്കോളൂ. നാളെ നിങ്ങൾ അവിടെ പോകുമ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ അഡ്ഡ നിൽക്കരുതായ മക്ക ആയിട്ട് മാർപ്പാടാകൂ. കാരണം നങ്ങമേ ആയിട്ടിക്കറ മക്കളൊട്ടിಗೆ പെഞ്ഞായിമാരൊട്ടിಗೆ ടൈം സമയ വിനിയോഗ ആക്കൂ, സമയ കണ്ടെത്തൂ. അങ്ങനെ എന്തിനു പഠിക്കാറ്, എന്താക്കിയുള്ളത്, എവിടേക്ക് പോണ്ടാറ്. അങ്ങനെ ചങ്ങായിമാർ ആര് നാളെ ക്രിമിനൽ കേസിലൂടെ പോയാൽ പിന്നെ ആയിട്ടിക്കും ഞങ്ങൾ കൊന്തവിടെ എൻ്റെ മോൻ ഇങ്ങനത്തെ ഒരു ഇതിൽ പെട്ടുപോയിലാണ്. ജാഗ്രത ആക്കണം. എന്നിൽ വിദ്യാഭ്യാസം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മൻ യുരിദില്ലാഹ ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൈഗായിനു വർത്തക്ക് ഖൈറിനെ ഉദ്ദേശിച്ചിട്ടായെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ അവന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു വിദ്വാംസാക്കണമെങ്കിൽ ഇൽമു കൊടുക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ അവസ്ഥ എന്തിനാണ്? ഞങ്ങൾ ഏത് കാഴ്ചക്ക് മുൻഗണന പ്രാശസ്ത്യം കൊടുക്കേ. ബൽ തുഖ്തിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിനായിട്ട് ഞങ്ങൾ മുൻഗണന പ്രാശസ്ത്യം കൊടുക്കേ. ദുനിയാവും ദീനും വന്നപ്പോൾ അവിടെ ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങൾ പ്രാശസ്ത്യം ചെയ്യാതെ കൊടുക്കേ. ഒരേ ഒരു ഉദാഹരണം ചൊല്ലു. 30, 40, 50,000 രൂപ വർഷത്തേക്ക് സ്കൂൾക്ക് ഫീസ് കെട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയുള്ള അങ്ങനത്തെ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ആക്കുകയായിട്ട് ക്യൂർ നിന്നിട്ട് അപ്ലിക്കേഷൻ എഴുതിയിട്ട് കൊടുത്തിട്ടു പൈസ സ്കൂൾക്ക് പോകേണ്ടേക്ക് മുന്നോലെ പൈസ കൊടുത്തിട്ടു വേണമായ ബുക്സ് എല്ലാം പർച്ചേസ് ആക്കിയിട്ട് ഔത്തർ കൊണ്ട് ബൈൻഡ് ഇട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ റെഡിയുള്ള മദ്രസത്തേക്ക് അപ്പുറത്തെ ഔത്തര് കിടാവ് പോകുമ്പോൾ ഒട്ടിക്ക് കടത്തറ ഒട്ടിಗೆ പോയിട്ട് ഒരു അഡ്മിഷൻ ആക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ടൈം ഇല്ല. ಏನು ಬುಕ್ಸ್ ಅದರ ಅವಸ್ಥೆ ಬೇರೆ. ಬುಕ್ಸ್ ಏನು ಕೊಂಡ್ಕೊಂಡು ಅದಕ್ಕೆ ಬೈಂಡ್ ಹಿಡ್ಕೊಂಡು ಟೈಮ್ ಇಲ್ಲ. ಅವ್ರು ರೂಪಮಾರ್ಗೆ ಅದ್ರ ನೋಕೋಗೆ ಟೈಮ್ ಇಲ್ಲ. ಎಲ್ಲ ಬುಕ್ಸ್ ಕಿತ್ತೀರ ಅಂತಂದ್ರು. ಏನು ಫೀಸ್ ഒരു 100, 200, 500 രൂപ ഫീസ് ആ കമ്മിറ്റി ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശമ്പളം കൊടുക്കണ്ടേ പഠിக்கிறവங்க? എന്ത് ഹയാമ, എന്ത് ഗുൽമ. ദർസിക്ക് ഫീസാ, 1 ಗಂಟೆ 2 ಗಂಟೆ പഠിപ്പാട്ടിന് ദർസിക്ക് ഫീസാ. അവിടെ 30, 40, 50 കെട്ടിരാ. ഗാഡിക്ക് വേറെ, തിങ്കൾ വേറെ ഇതിക്ക് വേറെ ആക്ടിവിറ്റീസ്ക്കും അതൊക്കെ ഇതുക്കും ആനുവൽ ഡേക്ക് വേറെ എന്തെല്ലാം ഉണ്ട്. ഇതായിട്ട് ഞങ്ങളുടെ അവസ്ഥ. വിദ്യാഭ്യാസം ഞങ്ങൾ ദീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാശസ്ത്യം കൊടുക്കില്ലേ. 90% ಅದಕ್ಕೆ 10% ಇದಕ್ಕಾയിട്ട് ദീനി വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തില്ലായിട്ടായെങ്കിൽ നിങ്ങളെ മക്കൾ IAS ഓഫീസർമാരാവാർ, നാളെ DC ആയിട്ട് വരുവാ, അല്ലെങ്കിൽ വരെ SP ആയിട്ട് വരുവാ, അതല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡോക്ടർ, എഞ്ചിനീയർ, വലിയ ആളായിട്ട് വരുവാ. മാത്രമാ ദീനിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടു അല്ലാഹു ആറിന്റെ നിങ്ങൾ പഠിപ്പാട്ടില്ലായിട്ടായെങ്കിൽ നാളെ അവന്റെ ഡ്യൂട്ടി വിട്ടിട്ട് അസർക്ക് ഔത്തുക്ക് വരുമ്പോഴത്തേക്കു അവന് ആടിയോണ്ടും മാലിയോണ്ടും വരുവാ. അവന് DC ആയിട്ടായെങ്കിൽ നിങ്ങളെ കുറത്തായി നിങ്ങളെ കിട്ടാലെ നിങ്ങൾക്ക് കാണൂ ഞാൻ എന്തൊക്കെ വേണമായിട്ട് കൊണ്ട് ഇത്ര പഠിപ്പാട്ടിയെങ്കിൽ എന്റെ വലിയ ഓഫീസർമാരുടെ അവസ്ഥ അതായിട്ട്. ദീനിയായ വിദ്യാഭ്യാസം അതിന്റെ പ്രാമുഖ്യത്തെ അല്ലാഹു ആറ് അത് നിങ്ങൾ തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കളെ നല്ല നിലക്ക് വളർത്തുകൊണ്ടതായ തൗഫീഖ് അല്ലാഹു പ്രധാനമാക്കി തരട്ടെ. അല്ലാഹു ആ മക്കളിന് ഖുർറത്തായി കിട്ടിയതായ ആ രക്ഷിതാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പെടുത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇബാദല്ലാഹി തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ജീവിക്കണം ചൊന്നിട്ടു സ്വന്തത്തൊട്ടിക്കും നിങ്ങളെല്ലാ ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യണം. ചൊന്നുകൊണ്ട് വന്നത് മക്കാൻ ചൊല്ലത് ഒരു നിഅമത്തായിട്ട് അതൊരു അമാനത്തായിട്ട് അതിനെ പേന്മായതായ രീതിയിൽ ഇസ്ലാമികമായിട്ട് വളർത്തരുത് ഞങ്ങളെ കട്ടായമായ ഒരു ബാധ്യതയായിട്ട് അതുപോലെ വളർത്തി മാത്രമായിട്ട് നാളെ ഞങ്ങളെ ദുനിയാവിലെ ഫ്യൂച്ചറിലും ഭവിഷ്യത്തിലും പരലോകത്തും ഞങ്ങൾക്ക് അത് ഉപകാരപ്രദമായ ഒരു സ്വത്തായി മാറപ്പെട്ടത്. ಅದಕ್ಕೆ ಬೇರಾಯ್ತು ನೀವು ಎಂದಾಕೊಡು ಒಂದು ಚೆರಿ ಇವತ್ತು ಪಿರ್ಸ ಕೊಡ್ಕೊರೇದು രണ്ടാമത്തായിട്ട് അങ്ങ് ഹറാമരുന്ന് ഊട്ട ಅಂತಿದ್ರೆ ദീനിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് ಬೇರಾയിട്ട് ഞങ്ങൾ നടന്നു ಹೋಗ್ತಿರೋದು. ವಿದ್ಯಾಭ್ಯಾಸ ದೀನಿಯಾಯ ವಿದ್ಯಾಭ್ಯಾಸ അങ്ങ് കൊടുക്കുന്നത് ಏನು ನಂಗೆ ವಿಚಾರಿಸಿದ್ರೆ ಮದ್ರಸಕ್ಕೆ 1 ಗಂಟೆ 2 ಗಂಟೆ ಕಳೆತಿಂಟಾಗಿ ದೀನಿ ವಿದ್ಯಾಭ್ಯಾಸ അങ്ങ് ಬೇರೆ ಅಡ್ವೈಸ್ കൊടുക്കുന്നതായ ആ ഒരു ബാധ്യത ഞങ്ങളുടെ ദീനിൽ അത് ഉസ്താദ് അവിടെ ആസ്വരാക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അപ്പന്റെ വിഷയത്തോട് ഒരു അപ്പ മോനുക്ക് കൊടുക്കുന്നതായ ഉപദേശത്തെ വിഷയത്തിൽ ആ ഖുർആനിലെ ആ സൂറത്ത് ആ അധ്യായത്തിന്റെ പേര് വെച്ചിരുമേ ആ അപ്പയുടെ പേരായിട്ട് സൂറത്തുൽ ലുഖ്മാൻ. അതിലെ പ്രമുഖ പ്രമേയ അല്ലെങ്കിൽ പ്രമുഖമായ വിഷയമേ അതായിട്ട് അപ്പ മോനുക്ക് കൊടുക്കുന്നതായ ഉപദേശം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അപ്പോൾ അബ്ബ ഉമ്മ മക്കൾക്ക് ഔത്തുരു നല്ല ബോധന കൊടുക്കണം, നല്ല അഡ്വൈസ് ആക്കണം, ಅದಕ್ಕೆ ಸಮಯ ಕಂಡತ್ತನು. അങ്ങനെ ಯುದ್ಧത്തിൽ അങ്ങനൊಟ್ಟಿಗೆ പക്കവരെ ಗೊತ್ತುಕು അങ്ങനൊಟ್ಟಿಗೆ ഉണ്ണു ಗೊತ್ತುಕು ಎಲ್ಲದಕ್ಕೂ ഞങ്ങൾ ഒരു മാതൃകയായിട്ടിക്കണം. ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് സമയത്തിന് തക്കതായ അങ്ങനെ വയസ്സിന് തക്കതായ ആ ഒരു ഉപദേശം നമ്മൾ കൊടുക്കണം. ചെറിയ കിടാവ് കൊടുക്കുന്ന ഉപദേശം അല്ല 10ನೇ ക്ലാസ്സിലെ കിടാവ് കൊടുക്കണേ, അങ്ങനെയല്ല. PUCയും ഡിഗ്രിയും ക്ലാസ്സിൽ പോകേണ്ടതായ മോണു അങ്ങനെയല്ല കൊടുക്കണേ. രണ്ടും രണ്ട് ഡിഫറൻസ് ಬೇರೆ ಬೇರೆ തരത്തിൽ അത് നമുക്ക് ഗൊന്തുണ്ട് അപ്പായും എങ്ങനെ ചൊല്ലോണുണ്ട് ആ രീതിയിൽ കൊടുക്കണം. കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി. ലുഖ്മാൻ തന്റെ മോനൊട്ടിಗೆ ചൊന്നതായ സന്ദർഭ നിങ്ങൾ ആലോചന ആക്കൂ. ನನಗೆ ಬೇನಾಯ್ತು അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ ചൊല്ലുടെ ഖുർആൻ ഓതുമ്പോൾ ഇതെല്ലാം ബരണം മനസ്സിൽ ഞങ്ങളെ മക്കൾക്കും ഇതുപോലെ ആക്കണം. ಅದಕ್ಕೆ ಬೇನಾಯ್ತು ഞങ്ങൾ ചൊല്ലുടെ ഖുർആൻ പഠിക്കൂ, ഖുർആന്റെ ആശയം പഠിക്കൂ. രണ്ട് ഖുർആൻ ചൊല്ലി യോജനമേ അതിക്ക് ബുക്ക് അട്ടി വെച്ചിട്ടുണ്ട്. അവിടെ എത്ര ആൾ കൊണ്ടുപോയാൽ എത്ര ആൾ പഠിച്ചാൽ അത് എക്സാം ആക്കടെ പ്രൈസ് കൊടുക്കുവാനായിട്ടല്ല പഠിക്കുവാനായിട്ടായിട്ട് പിന്നെ പ്രോത്സാഹനമായിട്ട് കൊടുക്കുക. അപ്പൊ എല്ലാവരും ആ പഠിക്കുന്നതായ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ പഠിക്കൂ. ആ ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ ഞങ്ങൾക്ക് ബോധ വരണം. വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി സ്വന്തം മോനൊട്ടിಗೆ ലുഖ്മാൻ അലൈഹിസ്സലാം ചൊന്നതായ സന്ദർഭ വഹുവ യഇദുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ അയാളെ മോനുക്ക് വാദ ചൊല്ലുന്നിട്ട് യഇദുഹു ഉപദേശായിക്കൊണ്ടിട്ട് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. യാ ബുനയ്യ ഓ നന്റെ പൊന്നു മോനെ, പിർസത്തെ മോനെ. വിളിക്കുന്നതായ ശൈലി ഇതാ ബാല പോല എടാ പോടാണ്ടല്ല. യാ ബുനയ്യ മക്കളെ വിളിക്കുമ്പോൾ ജാഗ്രത ആക്കണം, പിർസത്തിൽ വിളിക്കണം, പിർസ കാട്ടണം. യാ ബുനയ്യ ഓ എന്റെ പൊന്നു മോനെ, ലാ തുശ്രിക് ബില്ലാഹ് അല്ലാഹുവിനെ നീ ശിർക്കാക്കുകയില്ല, പാട്ടന്മാരാക്കുകയില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് ആ ശിർക്കൻ ചൊല്ലത് അത് വലിയ പാപ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൊറുക്കില്ല. അങ്ങനത്തെ പാപ്പായിട്ട് ഇത്ര ചൊന്നെങ്കിൽ കിടാവ് കർത്താവിടാം, നിങ്ങളെ മോൻ കർത്താവിടാം. അപ്പൊ ഇത്രല്ല ചൊന്നേ ആ മെയിൻ പോയിന്റ് മാത്രമായിട്ട് എടുത്തിട്ട് ചൊന്നേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മെയിൻ പോയിന്റ് മാത്രം എടുത്തിട്ട് ചൊന്നേ. ഒന്നാമതായിട്ട് നിങ്ങൾ കൊടുക്കുന്നതായ ഉപദേശം ഇതായിട്ട് കൊണു. ഉസ്താദ് അല്ല, ഉസ്താദ് കൊടുക്കുന്നത് അയാൾ കൊടുക്കൂ.
നിങ്ങളെ ഔത്തുಲು അബ്ബ ഉമ്മകുള്ളതായ കടമೆ ಉಪದೇಶ കൊടുക്കുമ്പൊത്തുಗು ಟೈಮ್ ಟು ಟೈಮ್ಗು ഒരു 7 വയസ്സ് ആകുമ്പൊത്തുಗು ആ കിടാവ് നിങ്ങ അല്ലാഹുവിന്റെ വിഷയ പഠിപ്പാട്ടിൽ എങ്ങനെ 6-7 വയസ്സാകുമ്പൊത്തുഗു മോനെ ഒരു റബ്ബുണ്ടു അങ്ങനെ പഠിച്ച റബ്ബു ഞങ്ങൾക്ക് തണ്ണി തന്റെ റബ്ബു ഞങ്ങൾക്ക് റിസ്ക് തന്റെ റബ്ബു ഇതാ നോക്കൂ നമ്മ ഓക്സിജൻ എടുക്കുക ഈ ഓക്സിജൻ ഇത് തന്റെ റബ്ബു ഒരു ബില്ലും മറ്റില്ല നമുക്ക് ഫ്രീ ആയിട്ട് അയക്കിട്ട് ബ്ലഡ് ബാങ്കിക്ക് പോയിട്ടായെങ്കിൽ ബ്ലഡ് കൊടുക്കണ്ടായെങ്കിൽ ഒരു ബോട്ടിലേക്ക് എത്ര കൊടുക്കണം ഞങ്ങളെ നാലിൽ എത്ര ലിറ്റർ ബ്ലഡ് ആയിട്ട് സർക്കുലേഷൻ ആയിട്ടുള്ള ഒരു നാലിൽ എത്ര ബില്ല് വന്നു ഡയാലിസിസിക്ക് എത്ര കൊടുക്കണം ഒരു ഡയാലിസിസിക്ക് എത്ര ബില്ല് എത്ര ടണ്ണ് കട്ടിലെ ബലിയുള്ളതായ ആ ഒരു സാമാനായിട്ട് ഡയാലിസിസിന്റെ മെഷീൻ ഞങ്ങളെ ഇതിലെ ഉൾഗമെ ഫിറ്റ് ആക്കിയിട്ട് ഇൻഫിറ്റ് ഉൾഗമെ അറ്റാച്ച് ആയിട്ട് വന്നു ചെറിയ സാമാൻ ഡയാലിസിസിന്റെ മെഷീൻ എന്നല്ല അതിനേക്കാണ് അപ്പുറത്തേത് റബ്ബായിട്ട് കൺട്രോൾ ആക്കണം മോൾക്ക് ചൊന്നു കൊടുക്കണം ചെറിയ ആ റബ്ബ് നോക്കുമോണോ ഈ റൂമിലെ ഉൾക്ക വന്നിട്ടായെങ്കിൽ ലൈറ്റ് ഇടാണ്ട് ഒരു സാമാനും കാണില്ല മോണോ ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ടേ മാത്രം കാണണ്ടേ മാത്രമാ നീന് എത്രേ ചിമ്മല് എന്ത് ആക്കിയിട്ടായെങ്കിലും അബ്ബവും മകൻ കാണാത്ത പോലെ നീന് ഫോൺ പിടിച്ചിട്ട് എന്ത് ആക്കിയിട്ടായെങ്കിലും ആ റബ്ബ് കാണണ മോണോ നിന്റെ കൈ ചലന അവിടുത്തെ അവന് കൊണ്ടുണ്ടു എല്ലാം റെക്കോർഡ് ആക്കിയിട്ട് വെക്കരുത് നാളെ അള്ളാഹു നിന്നൊട്ടിക്ക് കേൾക്കൊണ്ടു ചൊന്നിട്ടു നിങ്ങൾ ചെറിയ പിന്നെ ചൊന്നു കൊടുക്കൂ അള്ളാഹുവിനെ പകല് നീ ശിർക്കാക്കുത്തിരല്ല എത്രമാ കാണ്ടുകൂടെയല്ല എത്രമാ ആൾമാർ വേറെ വേറെ ആൾമാരൊട്ടിക്ക് ദ്വാരക്കരുത് കാണ്ട് അങ്ങനല്ല ഈ വാദത്തിക്ക് കാബിലല്ല മോണോ നീ അള്ളാഹുരെ വിളിക്കണം അള്ളാഹുരെ വിളിച്ചേ അള്ളാഹു നിന്റെ എവിടെയും കേൾക്കറ ഏത് ഭാഷയിലും നിന്റെ അർത്ഥാവിടാവുന്നു അങ്ങനത്തെ റബ്ബുരെ വിളിച്ചിട്ട് നിൽക്കുവേനായത് കേൾക്കണം ചൊന്നിട്ടു റബ്ബുരെ പകല് ಅವನು ರಹೀಮ್ ಆಯ್ತಿಕ್ರ ಅವನು ರೌಫ್ ಆಯ್ತಿಕ್ರ ಅವನು ಗಫೂರ್ ಆಯ್ತಿಕ್ರ ಅವನು ವದೂದ್ ಆಯ್ತಿಕ್ರ ಅವನು ನಿನ್ನೊಟ್ಟಿಗೆ ಚೆಮ್ಮೆ ಬಿರಿಸೋಳ್ಳೋಣ ಆಯ್ತಿಕ್ರ ನಾಳೆ ಅವನ ಮುಟ್ಟಾಯ್ತಿಕ್ರ ನಾನು ನೀನು ಮಡಗನೆ ಚೊಂದಿಟ್ಟು ನಿನ್ನ ಆ ಮಕ್ಕಳಿಗೆ ചെറിയേക്കുമ്പത്തേക്ക് ബോധന കൊടുത്തേണ്ടായെങ്കിൽ എങ്ങനത്തെ ഡിവൈസ് കൊടുത്തേണ്ടായെങ്കിൽ പേടിക്കൊണ്ട് ചൊന്നിട്ടില്ല ഇണ്ട് ഞങ്ങൾ എത്രയെ നോക്കിയിട്ടായെങ്കിലും എത്രയെ കൺട്രോൾ ആക്കിയിട്ടായെങ്കിലും ഇത്രയുണ്ട് ഒരു ലിമിറ്റ് ഏ ക്യാമ്പസിൽ പോയിട്ടായെങ്കിലും അള്ളാഹു നന്നെ നോക്കിയൊന്നുള്ള നന്റെ ചലന വലന റെക്കോർഡ് ആയുള്ളൂ ഒരു CC ക്യാമറ അല്ല സാധാരണ ക്യാമറ എന്നില്ല നക്ക് തന്നതായ രണ്ട് ക്യാമറ ആ കണ്ണിനുള്ള ക്യാമറ അതുക്ക് കൊടുത്തതായ ശക്തി അള്ളാഹു കൊടുത്ത അപ്പൊ അവർക്ക് എത്ര ശക്തി വേണം മനസ്സിലാക്കി കൊടുക്കൊരു റബ്ബുരെ അങ്ങനെ ഉണ്ടായെങ്കിൽ ഞങ്ങളെ മക്ക ദീനിയായിട്ട് വളരുവാറ് അത് മാത്രല്ല ഒന്നാമതായിട്ട് തൗഹീദ് ചൊല്ലുന്നു അവിടേക്ക് നിപ്പാട്ടിത്ത അവിടേക്ക് നിപ്പാട്ടില്ല അതിൽ പിന്നെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു ഉമ്മനെ വിശേഷം അബ്ബനെ വിശേഷം നിന്റെ അബ്ബ ഉമ്മക്ക് നീ റെസ്പെക്ട് കൊടുക്കണം ദുനിയാവിൽ അങ്ങ് ശിർക്കാക്കുക ചൊന്നെങ്കിൽ ദീന്റെ വിഷയത്തിൽ എതിർ അഭിപ്രായം ചൊന്നെങ്കിൽ മാത്രം നീ അതിന് വിരോധിക്കണോ അല്ലാത്ത എല്ലാ വിഷയത്തിലും നീന് അങ്ങ് നന്മ ചെയ്യണം ചൊന്നിട്ടു ലുക്മാൻ തന്റെ മോനുക്കും ഉപദേശിക്കരുത് രണ്ടാമത്തെ وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا ഇങ്ങനെ ഒരേ വിഷയം അബ്ബുമ്മയുടെ വിഷയം ثم إلي مرجعكم فأنبئكم بما كنتم تعملون നാനും നീനും നിന്റെ അബ്ബ ഉമ്മവും നാനും എല്ലാം അവന്റെ കൊല്ല മടങ്ങരങ്ങായിട്ട് ഞങ്ങൾ കൂടെ ആക്കിയതല്ല നാളെ അവിടെ ഡിസ്പ്ലേ ആവുക പോകണം ഞങ്ങൾക്ക് അതൊക്കെ വേണമായ രക്ഷാ ശിക്ഷ നടപടി അവിടെ കൊണ്ടുപോകണം ചോദിച്ചു അള്ളാഹുവിന്റെ വിഷയത്തിൽ يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير ലുക്മാൻ ചൊല്ലിട്ട് പിന്നെ ഏ വിഷയമാകും ചെറിയ കടുക് മണി പോലത്തെ ചെറിയ വിഷയമായിട്ടായെങ്കിലും അത് ആകാശത്തിലാവട്ടോ ഭൂമിയിലാവട്ടോ നടന്നിട്ടായെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തെളിയിച്ചു അള്ളാഹുവിന്റെ വിഷയ പഠിപ്പാട്ടോ യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത് അള്ളാഹുവിന്റെ വിഷയ തൗഹീദ് ചൊന്നൽ പിന്നെ അബ്ബുമ്മ ചൊന്നൽ പിന്നെ അതിൽ പിന്നെ ചൊല്ലെ അഖിമിസ് സ്വലാത്ത് നീന നിസ്കാര നിറവേറ്റണം നിസ്കാര നിലനിർത്തണം വഅ്മുറു ബിൽ മഅറൂഫ് നല്ലത് കൊണ്ട് മക്കൾക്ക് കൽപ്പിക്കണം നല്ല വിഷയം നീ എപ്പോഴും ആ മക്കളൊട്ടിക്ക് ചൊല്ലണം നല്ല വിഷയത്തിന് മാത്രം നീ കൂട്ടുകൂടണം
വൻഹു അനിൽ മുൻകർ ഏതെല്ലാം നിഷേധാക്കിറ അല്ലാഹു അതിൽ നിന്ന് നീನು ದೂರ നിൽക്കണം നല്ല വിഷയങ്ങൾ അംറും ബിൽ മഅറൂഫി വനഹ്യും അനിൽ മുൻകർ അത് പണിപ്പാട്ടി കൊടുക്കണം വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ നിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഖദറായിട്ടിരിക്കുന്നത് അവന്റെ തീരുമാനമായിട്ടിരിക്കുന്നത് നീನು സബൂറാക്കണം ചൊല്ലുന്നു ചെന്ന വിഷയിച്ചോളൂ എല്ലാ വിഷയിച്ചോളൂ ടൈമിങ് ನೀನು ಸೌಂಡ್ ಮೇಲೆ ಹಾಕೋಗುತ್ತೀರಲ್ಲ ಕತ್ತೆರೆ ಸೌಂಡ್ ಆಯ್ತಿಕ್ರಿ ನೀಚമായ സൗണ്ട് അതുപോലെ നിന്റെ സൗണ്ട് ആവുകത്തീരല്ല ആന്മാരൊട്ടിಗೆ പലക പറയാൻ ಗೊತ್ತು നടക്കുമ്പോഴത്തേക്കു നിന്റെ സ്റ്റെപ്സിന്റെ സൗണ്ട് കേൾക്കോಗುತ್ತೀರಲ್ಲ എന്നൊട്ടക്ക് ജാഗ്രതയിൽ നടക്കണം ഖുർആന്റെ ആയത്ത് ഓതിട്ട് നീ അങ്ങ് ബോധ കൊടുക്കൂ നാളെ ബൈക്ക് കൊടുത്ത് കുട്ടിയുണ്ടായെങ്കിൽ ആ പട്ടപട്ട സൗണ്ട് അടിച്ചിട്ട് മനുഷ്യന്മാർക്ക് ഫിത്നാവുടെ രീതിയിൽ ആ ബുദ്ധിമുട്ടാവുടെ രീതിയിൽ നിങ്ങളെ മക്ക പോലെ നിങ്ങൾക്ക് എത്രയോ വലിയ ഗാഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ല എന്തേ അവന് കൊണ്ടുണ്ടു ഭൂമിയിൽ നടക്കുമ്പോൾ നയവിനയ കാട്ടണം ഇനി എവിടെയെങ്കിലും നിങ്ങൾ ആ മക്കൾക്ക് ഇങ്ങനത്തെ ബോധന കൊടുത്തിട്ട് ദീനിയായിട്ട് ആ മക്കളെ വളർത്തില്ലാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ يوم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന നാളെ മുജ്രിം അപരാധിയായ മനുഷ്യ അവനു കൊതിച്ചു പോരാ എന്ന് ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ നാളെ അവന്റെ നരകത്തിൽ ഇടുന്നതായ സന്ദർഭത്തിൽ അവന് ചൊല്ലെ ഞാൻ ഈ നരകത്തിൽ നിന്നിട്ട് ബിബനീഹി നന്റെ മോന്റെ ഇതിക്ക് നക്ക് ബദലായിട്ട് നന്റെ മോന്റെ കൊടുത്തിട്ടായെങ്കിൽ ഞാൻ രക്ഷപ്പെടുവേ വസ്വാഹിബതി നന്റെ സ്വന്തം പത്തിരെ അല്ലെങ്കിൽ തന്റെ സ്വന്തം പെഞ്ഞായിരെ കൊടുത്തിട്ടായെങ്കിൽ നന്റെ ഈ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടെങ്ക തന്റെ സഹോദരരെ ദുനിയാവിലുള്ള ആരെ വേണമെങ്കിൽ കൊടുക്കുക അവൻ റെഡിയുള്ള സ്വന്തം മക്കളെ കൊടുക്കുക മാത്രമല്ല നരകത്തിൽ നിന്നിട്ട് അവൻ റെഡിയില്ല പോകും അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നെ യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലികും നാര നിങ്ങളെയും നിങ്ങളുടെ അഹ്ലിനെയും നിങ്ങളുടെ പെഞ്ഞായിമാരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ എവിടെ ഊടെ അവിടെ നരക കാണുമ്പോൾ പിടിച്ചിട്ട് നന്റെ മോണ് പോണ്ട നാല് പോണ്ട ചൊന്നിട്ട് പിടിച്ചേണ്ടായി പ്രയോജനമില്ല ദുനിയാവിലായിട്ടുള്ളത് ആപ്പണെ നാളെ എങ്ങനത്തെ നരകായിട്ട് കൊണ്ടുണ്ട ആ നരക കാണുമ്പോഴത്തേക്കു ശിക്ഷ കാണുമ്പോഴത്തേക്കു യൗമുൽ ഖിയാമ ആ യൗമുൽ ഖിയാമയുടെ സന്ദർഭം എന്തെന്ന് ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല പിടർമോത്തോട് നമ്മൾ നെനപ്പാക്കരു യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി മനുഷ്യവന്റെ സ്വന്തം അഖീഹി സഹോദരനിൽ നിന്നിട്ട് ദൂരെ ഓടുന്നതായ സന്ദർഭം ഒരേ വർഷ കബൂറിൽ കിടന്നിട്ട് അതിൽ പിന്നായിട്ട് അവിടെ മീറ്റ് അവിടെ ഓന്റെ സ്വന്തം സഹോദരനെ അവൻ കാണണ്ട കാക്ക ഇലയോലെ മൂത്തോലെ കാണണ്ട സഹോദരനെ കാണണ്ട അപ്പ ഉമ്മരെ കാണണ്ട് മക്ക കാണണ്ട അപ്പരെ അപ്പ ഉമ്മ മക്കരെ കാണാറ് സ്വന്തം പെഞ്ഞായി മാപ്പിളരെ കാണണ്ട് മാപ്പിള പെഞ്ഞായി കണ്ട ആ സന്ദർഭത്തിൽ യൗമ യഫിറുൽ മർഉ മനുഷ്യ ഓടുക കൂടെ ഒരു വർഷം കഴിഞ്ഞിട്ട് 6 തിങ്കൾ കഴിഞ്ഞിട്ട് ഗൾഫിലെ വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ കിട്ടുമ്പോഴത്തേക്ക് എത്ര കെട്ടിപ്പിടിച്ചിട്ട് സലാം ചൊന്നിട്ട് എന്തെല്ലാം ആക്കിയതായ ആ സ്വന്തത്തെ ആൾമാർ യൗമ യഫിറുൽ മർഉ സ്വന്തത്തെ കാണുമ്പോഴത്തേക്ക് ഓടുന്നതായ സന്ദർഭം അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക് പറയുകയല്ല കുടുംബത്തെ രക്ഷണ ആക്കൊരു നരകത്തിൽ നിന്ന് രക്ഷണ ആക്കൊരു ദുനിയാവിൽ അതിക്ക് മേന്മായ സ്വരെടുക്കൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അങ്ങനെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ അങ്ങക്ക് നല്ല ബോധന കൊടുക്കേ നല്ല വിദ്യാഭ്യാസം കൊടുക്കേ അങ്ങക്ക് ഹലാലിന്റെ മദൽ കൊണ്ടിട്ട് അങ്ങനെ വളർത്തുന്നതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ ഇത് വേണ്ട നാരാസരണ്ട് കങ്കരാടി സലഫി സെന്ററിൽ വെച്ചിട്ട് 21 താരീഖിൽ സുബൈക്ക് 9 ഗಂಟೆ ഉച്ചത്തോള ബ്ലഡ് ക്യാമ്പ് ഉണ്ട് SKSM യൂത്ത് വിങ്ങിലെ പത്തിയിൽ സോഷ്യൽ വിങ്ങിലെ പത്തിയിൽ നിന്നിട്ട് അപ്പോൾ ಅದಕ್ಕೆ ನೀವು ಎಲ್ಲರೂ ಪಾರ್ಟಿಸಿಪೇಟ್ ಆಕೊಂಡು ಹೋಗಿ ಬ್ಲಡ್ ಕೊಡ್ಕೊಂಡು ತೀರಿಯಂಗ ಬ್ಲಡ್ ಕೊಡ್ಕೊಂಡು ಅಂಡೆ ಅಸರಿಗೆ 2:30 ಗಂಟೆಯಲ್ಲಿ പിന്നെ ജാവത്തോള തലപ്പാടി വെച്ചിട്ട് തലപ്പാടി കേരളത്തിൽ കൊണ്ടുകടി കേരളം തലപ്പാടി മസ്ജിദുൽ അബ്റാറിലൂടെ ദാറുൽ ഉലൂം വുമൻസ് കോളേജ് ഉണ്ട് SKSMന്റെ അണ്ടറിലുള്ളത് അതിലെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന സമാരംഭമുണ്ട് ಅದಕ್ಕೆ ನೀವೆಲ್ಲರೂ ಭಾಗವಹಿಸೋಣ ಪಾಪಿನಶೇರಿ ಬಂದು
മഗ്‌രിബ് പിന്നത്തെ പ്രഭാഷണത്തിന് ಅದಕ್ಕೆ ಮುನ್ನೂರು ಜನರ ಗಂಟೆ ಅಸಲುತ್ತೋಳ ಪೆನ್ನಿಂಗನ ಸೆಷನ್ ಆಯ್ತು ಅದರಲ್ಲೂ ನೀವು ಭಾಗವಹಿಸಲು ಚುಟ್ಟಿ ಕೇಳ್ಕೊಂಡೆ അതേപോലെ 4 ശനിയാഴ്ച ഞങ്ങൾ ഇത്രത്തോളം ഇല്ലാത്ത പെൻഡിങ്ങലെ ക്ലാസ് റീസ്റ്റാർട്ട് ആവും ഇൻഷാ അല്ലാ അതുക്കും നിങ്ങൾ 2:30 ഗಂಟೆಗೆ നിങ്ങൾ ഔത്തരെ പെണ്ണിങ്ങളെയും പെൺമക്കളെയും നിങ്ങൾ കടത്തിട്ട് ദീനിയായ ബോധം അങ്ങ് കിട്ടും പോലെ നിങ്ങൾ പ്രയത്നാക്കണം ആണിങ്ങ ഇപ്പോൾ കുറേ ടൈം ആയിട്ടല്ലേ വരാണ്ട് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആദത്ത് ചേഞ്ച് ആയിട്ട് ടൈം ഫ്രീ ടൈം കിട്ടിയിട്ടെങ്കിൽ വേറെ എല്ലാവർക്കും സ്പെൻഡ് ആക്കണേ ഞാൻ ഇണ്ട് ചൊന്ന പോലെ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പെഞ്ഞായിമാർക്കും നാളെ പുറത്തായി ഞങ്ങൾക്ക് ലഭിച്ചുണ്ടായെങ്കിൽ കിട്ടുന്നുണ്ടായെങ്കിൽ ഇങ്ങനത്തെ ദീനിയായ ക്ലാസ്സിൽ കടത്തി മാത്രമായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കടത്തണം അതേപോലെ നിങ്ങളുടെ പല്ലിലെ കളക്ഷൻ ഉണ്ട് നിങ്ങൾ ആയത്തെ യാളെ സഹകരിക്കണം ചൊന്ന് കേട്ടോട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ ഞങ്ങളിൽ നിന്ന് വന്നുപോയതായ ചെറുതും വലുതുമായ എല്ലാ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പുറത്ത് മാഫാക്കി തരട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാരകമായ രോഗത്തിൽ നിന്ന് കാത്ത് സലാമത്താക്കട്ടെ അതേപോലെ രോഗിമാർക്കും മരിച്ചവരും വേണമായിട്ട് ദ്വാരക്കും വേണമായിട്ട് വസിയത്താക്കിയാണ് ആരെല്ലാം ഔത്തറും ആസ്പത്രിയിലും രോഗം കൊണ്ട് കഷ്ടപ്പെട്ടവരാ അങ്ങനെ രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തി എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഹോദരന്മാരെയും മാരകമായ രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ അതേപോലെ ഈമാനോട് കൂടി മരിച്ച എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ ഞങ്ങളെയും അങ്ങനെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിച്ചു കൊടുക്കട്ടെ കട കൊണ്ടിട്ടു മക്കളെ ബാൽപ്പാട്ടൊക്കെ പിന്നെ ഔത്തര വിഷയത്തിൽ വേറെല്ലാം കുറേ ദുന്യവിയായ കഷ്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ അങ്ങനെ കഷ്ടപ്പെട്ട ആൾമാരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സമസ്യക്ക് എത്രയും വേഗത്തിലൊരു പരിഹാരം കൊടുക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب سميع الدعاء اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك وأعداء الدين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.